ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ദിനം സന്തോഷകരമാകട്ടെ, സൗഖ്യകരമാകട്ടെ. അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഏവരെയും നയിക്കുമാറാകട്ടെ. ഒളിമ്പസ് സ്വാധ്യായത്തില് 4-ാമത്തെ അധ്യായത്തിൽ 14-ാമത്തെ വിഷയമാണെന്ന്. ഇത് ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ വിനിമയത്തെ കുറിച്ചാണ്. സത്യത്തിൽ വളരെ നീളത്തിലുള്ള, വളരെ ആഴത്തിൽ പോകേണ്ടുന്ന ഒരു വിഷയം. നമ്മളിവിടെ ഒരു ലിസ്റ്റിങ്ങിന്റെ ഭാഗമായി പറഞ്ഞു പോകുന്നത് കൊണ്ട് ഞാൻ ചുരുക്കിയാണ് ഇവിടെ പറയുന്നത്. നമ്മൾ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സാമൂഹ്യ പരിസ്ഥിതിയെ കുറിച്ച് പറയുന്ന വിഷയങ്ങളെല്ലാം തന്നെ സ്പർശിച്ചു പോകുന്നവ മാത്രമാണ്. അത് ഇക്കോ വില്ലേജിലുള്ള അതിന്റെ റെലവൻസ് കൃത്യമായിട്ട് മനസ്സിലാകണമെങ്കിൽ അതിനെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ടതുണ്ട്. അതിന്റെ ഒരു രത്നച്ചുരുക്കം മാത്രമാണ് നമ്മൾ ഇവിടെ അവതരിപ്പിക്കുന്നത്. ഇവിടെയുള്ളവർക്ക് അറിയാം, എങ്കിലും ഒന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. ഇന്നലെ ഇത് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് തോന്നിയിരുന്നു ഇത്രയും പറഞ്ഞാൽ പോരല്ലോ. പക്ഷെ നമ്മുടെ ഒരു സമയപരിധി കൊണ്ട് നമ്മൾ ഇത്രയും പറഞ്ഞു പോകുന്നു. അതിനെക്കുറിച്ച് ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്: ഹ്യൂമൻ സോഷ്യൽ ട്രാൻസാക്ഷൻ ഇസ് എ ടൂൾ ടു എക്സ്ചേഞ്ച് എനർജി, ഐഡിയാസ്, വാല്യൂസ് ഓർ മെറ്റീരിയൽസ് ബിറ്റ്വീൻ ടു സിസ്റ്റംസ്. എന്താണ് സാമൂഹിക പരിസ്ഥിതിയിലെ വിനിമയം? പ്രകൃതിയിലെ സത്തകൾ അവയുടെ ജീവിതമണ്ഡലത്തിൽ സൂക്ഷിക്കുന്ന ആശയങ്ങളും ഊർജവും വിഭവങ്ങളും പരസ്പരം കൈമാറുന്ന വ്യവസ്ഥയാണ് വിനിമയം. ആശയമായും വസ്തുക്കളായും സേവനമായും മൂല്യമായും സ്ഥലകാല സത്തകളായും വരെ സാമൂഹ്യ വിനിമയങ്ങൾ നടന്നുപോരുന്നു. ആധുനിക കാലത്ത് പണം തന്നെയാണ് എല്ലാ വിനിമയങ്ങളുടെയും കേന്ദ്രം. വിനിമയത്തിന്റെ കേവല പശ്ചാത്തലത്തിൽ സ്വന്തം മനോപരിധിയിൽ ഉൾപ്പെടുന്ന ആശയങ്ങളും കായിക പരിധിയിൽ ഉൾപ്പെടുന്ന വസ്തുസേവനങ്ങളും അവയുടെ മൂല്യങ്ങളും മാത്രം കൈമാറ്റം ചെയ്തു വന്ന പ്രകൃതിനാശം തീരെയില്ലാത്ത പ്രാദേശിക ഗോത്ര നിയന്ത്രിതവും സത്താകേന്ദ്രിതവുമായ പ്രാചീന മൂല്യ വിനിമയ സംവിധാനമായിരുന്നു ഉണ്ടായിരുന്നത്. വിസ്ഫോടന പശ്ചാത്തലത്തിൽ പേരിട്ട് വിളിക്കാവുന്ന എല്ലാത്തിന്റെയും വിൽപ്പന മൂല്യം ആശയമായും സാങ്കേതികമായും ലാഭത്തിനായി വിനിമയം ചെയ്യുകയും ഈ വിനിമയ പ്രസ്ഥാനം പോലും വിപണന ഉൽപ്പന്നമായി കരുതുകയും ചെയ്യപ്പെടുന്ന പരമാധികാര നിയന്ത്രിത പ്രതീത കേന്ദ്രിത ആധുനിക മൂല്യവിനിമയ സംവിധാനം മറ്റെല്ലാത്തിനെയും അതിജീവിക്കുന്നു. അനുകൂല പശ്ചാത്തലത്തിൽ വിഭവങ്ങൾ സത്തകളുടെ കേവലാവശ്യത്തിന് മറുപടിയായി ദാനം ചെയ്യപ്പെടുന്ന തദ്ദേശ നിയന്ത്രിതവും സുസ്ഥിര കേന്ദ്രിതവുമായ തദ്ദേശ വിനിമയ വ്യവസ്ഥ എത്ര ഉത്തമമാവുക. അപ്പോൾ ഈ ഒരു ലിസ്റ്റിങ്ങിന്റെ ഭാഗമായി നമ്മൾ പറഞ്ഞു പോകുന്നത് കൊണ്ടാണ് ഇത് ഇങ്ങനെ പറയേണ്ടി വരുന്നത്. ഒരു ചെറിയ സ്പേസിൽ ഇത്രയേറെ ഒരുക്കേണ്ടി വരുന്നത്. അപ്പോ ഈ സാമൂഹ്യ വിനിമയം എന്ന് പറയുന്നത്, സമൂഹത്തിലെ വിനിമയം എന്ന് പറയുന്നത് ഒരു ഉപകരണമാണ്. ഇപ്പൊ എന്റെ കയ്യിലുള്ളത് നിങ്ങളിലേക്കും നിങ്ങളുടെ കയ്യിലുള്ളത് എന്നിലേക്കും എത്തിയാലാണ് ഈ പരസ്പര പൂരകത, പരസ്പരം പൂർത്തീകരിക്കുക എന്നുള്ള അവസ്ഥ ഉണ്ടാവുന്നത്. അപ്പൊ എന്റെ കയ്യിലുള്ള ഊർജം, ആ ഊർജത്തിന്റെ വിവിധ രൂപങ്ങളാണ് പിന്നീട് വരുന്നത്. ആശയങ്ങളായിക്കോട്ടെ, മൂല്യങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ എന്താ പറയുക, വസ്തുക്കളായിക്കോട്ടെ, ഇങ്ങനെയുള്ളതെല്ലാം തന്നെ ഊർജത്തിന്റെ ഭൗതിക രൂപങ്ങളാണ്, അല്ലെങ്കിൽ വ്യത്യസ്ത രൂപങ്ങളാണ്. അപ്പോ അവ എനിക്കും നിങ്ങൾക്കും ഇടയിൽ കൊടുക്കുകയും വാങ്ങുകയും ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ വിനിമയം എന്ന് പറയുന്നത്. പ്രകൃതിയിൽ നിന്ന് നമ്മൾ എടുക്കുകയും പ്രകൃതിയിലേക്ക് കൊടുക്കുകയും ചെയ്യുന്നു. പ്രകൃതിയിലെ തന്നെ മറ്റൊരു സത്തയ്ക്ക് ഉള്ളിൽ നിന്ന് നമ്മൾ എടുക്കുകയും കൊടുക്കുകയും ചെയ്യുന്നു. അപ്പൊ ഞാൻ പ്രകൃതിയിൽ നിന്നും ഒരു വിഭവത്തെ എടുക്കും, നിങ്ങളാണത് ഉപയോഗിക്കുന്നത്, നിങ്ങൾക്കാണ് ഉപയോഗിക്കേണ്ടി വരുന്നതെങ്കിൽ ഞാൻ നിങ്ങൾക്കത് കൈമാറേണ്ടതുണ്ട്. അപ്പൊ അയാൾ പ്രകൃതിയിൽ നിന്ന് നേരിട്ട് എടുക്കുന്നതിന് പകരം എന്നിൽ നിന്ന് സ്വീകരിക്കും. അപ്പോ എല്ലാ സത്തകളും നിലനിൽക്കുന്നത് അതിന്റെ പരിസരത്ത് നിന്നും വരുന്ന വ്യവസ്ഥകളെ, സാധാരണ വ്യവസ്ഥകളെ സ്വീകരിച്ചുകൊണ്ടാണ്. അപ്പോ പരിസരത്ത് നിന്നും നേരിട്ട് സ്വീകരിക്കുന്ന പകരം സമൂഹത്തിൽ നിന്നും സ്വീകരിക്കുന്ന ഒരു അവസ്ഥയാണ് പലപ്പോഴും സാമൂഹ്യ ജീവനത്തിൽ ഉണ്ടാവുക. കാരണം എല്ലാവരും ഈ റിസോഴ്സ് ഇരിക്കുന്നിടത്ത് പോയി അത് എടുക്കണം എന്നില്ല, അത് എടുത്തുകൊണ്ട് വന്നവരിൽ നിന്നും വാങ്ങിച്ചാലും മതി. അപ്പൊ അങ്ങനെയുള്ള ഒരു കൈമാറ്റമുണ്ടല്ലോ, ആ കൈമാറ്റത്തെയാണ് നമ്മൾ സാധാരണ രീതിയിൽ ഇവിടെ വിനിമയം എന്ന് പറയുന്നത്. പ്രകൃതിയിലെ സത്തകൾ അവയുടെ ജീവിതമണ്ഡലത്തിൽ സൂക്ഷിക്കുന്ന ആശയങ്ങളും ഊർജവും വിഭവങ്ങളും പരസ്പരം കൈമാറുന്ന വ്യവസ്ഥയാണ് വിനിമയം. അപ്പോ എന്റെ അധികാര പരിധിയിൽ അല്ലെങ്കിൽ എന്റെ ജീവിത മണ്ഡലത്തിൽ ഉള്ള ഒരാശയം, അപ്പോ എന്റെ ശരീരത്തിൽ മാത്രമല്ല, എനിക്ക് കയ്യെത്താവുന്ന ദൂരത്ത്, എന്റെ അറിവിന്റെ ദൂരത്ത്, അല്ലെങ്കിൽ എന്റെ പ്രവർത്തന മണ്ഡലത്തില്, അപ്പൊ എന്താണെങ്കിലും എന്റെ ജീവിത മണ്ഡലത്തിൽ സൂക്ഷിക്കുന്നതാണ് ഇത്. അത് ആശയമാകാം. അപ്പോ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയുന്നു, ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു കാര്യം.
ഒരാശയമാണ്. അത് എന്റെ ജീവിത മണ്ഡലത്തിലുള്ള ഒരു ആശയമാണ്. അത് ഞാൻ നിങ്ങളിലേക്ക് പകരുന്നു. ഇത് വിനിമയമാണ്. ഞാൻ നിങ്ങൾക്കൊരു ഊർജം പകർന്നു തരുന്നു. ഭൗതികമായിട്ട് ഞാനൊരു തള്ളൽ തരുന്നു, അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് മാനസികമായിട്ടൊരു തള്ളൽ തരുന്നു. ആ ഊർജം പകരുന്നു. അതല്ലെങ്കിൽ ആത്മീയമായിട്ടൊരു ഊർജം പകർന്നു തരുന്നു. അപ്പോ അങ്ങനെ പകർന്നു തരുന്നത് വിനിമയമാണ്. എന്നിൽ നിന്നും ചില വിഭവങ്ങൾ, ചില വസ്തുക്കൾ തരുന്നത് വിനിമയമാണ്. അപ്പോ ആശയങ്ങളായും വസ്തുക്കളായും സേവനങ്ങളായും മൂല്യമായും സ്ഥലകാല സത്തകളായും വരെ സാമൂഹ്യ വിനിമയങ്ങൾ നടന്നു പോരും. ഇല്ലേ? നമ്മൾ ആധുനിക കാലത്ത് ടൈം ഈസ് മണി എന്ന് പറയുന്നുണ്ട്. എന്താണ് ടൈം ഈസ് മണി? ടൈം എന്ന് പറയുന്നത് ഒരു ഡയമെൻഷനാണ്. ആ ഡയമെൻഷനെ നമ്മൾ വിൽപ്പന ചരക്കായിട്ട് മാറ്റിയിട്ടുണ്ട്. എന്ത് കിട്ടിയാലും നമ്മൾ അതിനെ വിൽക്കും. വിൽപ്പനയ്ക്കുള്ള മൂല്യം അതിനെ സങ്കല്പിച്ചുകൊണ്ടാണ് നമ്മളിത് വിൽക്കുന്നത്. ശ്വസിക്കുന്ന വായു വിൽപ്പനയ്ക്കുണ്ട്, കുടിക്കുന്ന വെള്ളം വിൽപ്പനയ്ക്കുന്നുണ്ട്. ഇതെല്ലാം ജീവിതത്തിലെ അടിസ്ഥാന ഘടകങ്ങളാണ്. അങ്ങനെയുള്ളതിന്റെ ഉള്ളിലേക്കാണ് നമ്മൾ ജനിച്ചു വീഴുന്നത്. പ്രകൃതി അത്തരത്തിലാണ് അതിനെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതുപോലും വിൽപ്പന ചരക്കാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോ ഇതിന്റെ എല്ലാം അടിസ്ഥാനമായിട്ട് ആധുനിക കാലത്ത് പണത്തെ തന്നെയാണ് വിനിമയ ഉപാധിയായിട്ട്, പ്രാഥമികമായിട്ടുള്ള വിനിമയ ഉപാധിയായിട്ട് കരുതുന്നത്. നമ്മൾ അങ്ങനെയാണോ കരുതുന്നത്, അങ്ങനെയാണോ കരുതേണ്ടത് എന്നുള്ളത് മറ്റൊരു പക്ഷമുണ്ട്. പക്ഷെ ആധുനിക ലോകം അതാണ്, പണമാണ് മുമ്പിൽ എന്ന ഒരു ധാരണ നമ്മുടെ മുന്നിൽ ഉണ്ടാക്കി വെച്ചിട്ട് നമ്മൾ അതനുസരിച്ചാണ് ജീവിച്ചു പോകുന്നത്. അപ്പോ ഈ ഒരു പശ്ചാത്തലത്തിൽ ശരിക്കും പ്രാചീന കാലത്ത് കേവല പശ്ചാത്തലത്തില് സ്വന്തം മനോപരിധിയിൽ ഉൾപ്പെടുന്ന ആശയങ്ങളെ നമ്മൾ വിനിമയം ചെയ്തു. നമുക്കൊരു ആശയമുണ്ട്, അത് വിനിമയം ചെയ്തു. എനിക്ക് വിശക്കുന്നു, അല്ലെങ്കിൽ എനിക്ക് ഇന്നത് വേണം, അല്ലെങ്കിൽ ഇന്നത് ഉണ്ട് എന്നുള്ളത് വിനിമയം ചെയ്തു. കായിക പരിധിയിൽ ഉൾപ്പെടുന്ന വസ്തുക്കളെ നമ്മൾ വിനിമയം ചെയ്തിട്ടുണ്ട്, സേവനങ്ങളെ വിനിമയം ചെയ്തിട്ടുണ്ട്. ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാല് അവയ്ക്ക് പ്രകൃതിനാശം ഉണ്ടാക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ പ്രകൃതിനാശം ഉണ്ടാക്കാറില്ല. എന്റെ ഉള്ളിലൊരു ആശയം നിങ്ങൾക്ക് തരുന്ന, എന്റെ കയ്യിലുള്ള വസ്തു നിങ്ങൾക്ക് തരുന്ന സമയത്ത് എന്റെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ നിന്നാണ് എടുത്തു തരുന്നത്. അത് മറ്റുള്ളതിന് എന്തിനേയും ഹനിക്കുമെന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ അങ്ങനെ ഒരു വിനിമയമാണ് നടക്കില്ല. കാരണം അത്തരം വാല്യൂസ് അന്ന് ഉണ്ടായിരുന്നു, അതിനെക്കുറിച്ച് കൺസേൺ ആയിരുന്നു, അതിന് അത്തരം ഉത്തരവാദിത്തങ്ങൾ ഉണ്ടായിരുന്നു. അതിന്റെ പിറകിൽ ഈ വിനിമയം ചെയ്യുക എന്നുള്ള ആ ഒരു ആശയത്തിന്റെ പിറകില് ലാഭം ഉണ്ടാക്കുക, ആദായം ഉണ്ടാക്കുക എന്നുള്ളതല്ല, ഒരാളുടെ ആവശ്യത്തെ നിർവഹിക്കുക എന്നുള്ള രീതിയിലാണ് അന്ന് അത് കണ്ടിരുന്നത്. അത് നിയന്ത്രിച്ചിരുന്നത് പ്രാദേശിക ഗോത്രങ്ങളാണ്. എന്റെ കയ്യിലുള്ള വിഭവങ്ങളെ കൈമാറ്റം ചെയ്യുന്നുണ്ടെങ്കിൽ ആ കൈമാറ്റം എങ്ങനെ വേണം എന്നുള്ളത് പ്രാദേശിക സംസ്കാരം, പ്രാദേശിക ഗോത്രങ്ങളാണ് അതിനെ നിയന്ത്രിച്ചിരുന്നത്. അവിടെ ഇത് ആരാണ് കൊടുക്കുന്നത്, ആരാണോ വാങ്ങുന്നത്, ആ സത്തകളാണ് അതിന് കേന്ദ്രമായിരുന്നത്, ഈ വിനിമയത്തിന് കേന്ദ്രമായിരുന്നത്. ആശയമായിക്കോട്ടെ, ഒരു വസ്തുവായിക്കോട്ടെ, ഒരു ഊർജമായിക്കോട്ടെ, മൂല്യമായിക്കോട്ടെ, അതിനെ കൈമാറിയിരുന്നത് സത്തകളാണ്. അപ്പോൾ സത്താകേന്ദ്രിതമായിട്ടുള്ള ആ ഒരു കൈമാറ്റ വ്യവസ്ഥ, ഗോത്രമാണ് അതിനെ നിയന്ത്രിച്ചിരുന്നത്. അത് ലോക്കലാണ്, പ്രാദേശികമായിട്ട് ആഘാതമുണ്ടാക്കാത്തതാണ്, പ്രകൃതി ദോഷമുണ്ടാക്കാത്തതാണ്. അത്തരത്തിലുള്ളതാണ് പ്രാചീന മൂല്യവിനിമയ സംവിധാനം എന്ന് പറയുന്നത്. അവിടെ മൂല്യങ്ങളാണ് വിനിമയം ചെയ്യുന്നത്. ഇപ്പോ മാങ്ങ കിട്ടി, ഞാൻ ചക്ക കൊടുക്കുന്നു എന്ന് പറഞ്ഞെങ്കിൽ എത്ര മാങ്ങയുണ്ട് അതിനനുസരിച്ച് ഞാൻ ചക്ക കൊടുക്കുന്നു എന്നുള്ളതാണ്. അപ്പോ ഇത് പറയാൻ പോവുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. അതായത് ഇപ്പോ നമ്മളെ ബാർട്ടർ സംവിധാനം എന്നുള്ള ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് പലപ്പോഴും എന്റെ കയ്യിൽ ഒരു ചക്കയാണല്ലോ, നിങ്ങളുടെ കയ്യിൽ 20 മാങ്ങയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് ആ ഒരു ചക്ക എനിക്ക് നൽകുക എന്നുള്ളത് എനിക്ക് പ്രായോഗികമാകുള്ളൂ. അതിനെ മുറിച്ചു നൽകുക എന്നുള്ളത് പിന്നീടാണ് ആ മുറിച്ചു നൽകലിന്റെ ആൽഗരിതം ഉണ്ടായതെങ്കിൽ ഈ മുറിച്ചു നൽകുക എന്നുള്ള ആ ഒരു പ്രക്രിയ അവിടെ സംഭവിക്കണമെന്നില്ല. 20 മാങ്ങയ്ക്ക് വേണ്ടിയിട്ട് ചക്ക മുറിച്ചു നൽകുക എന്നുള്ള പ്രക്രിയ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ പണത്തെ ഡിവൈഡ് ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ, പണമല്ല ആ മൂല്യത്തെ ഡിവൈഡ് ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയൊക്കെ അന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കി. അങ്ങനെ ഒരുപാട് സാങ്കേതിക പ്രശ്നങ്ങൾ ഈ പ്രാചീന മൂല്യവിനിമയ സംവിധാനത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ പണത്തിന് പകരം നിൽക്കുന്നത് എന്താണ്, അല്ലെ പണമല്ല, ഈ വിനിമയ മൂല്യത്തിന് പകരം നിൽക്കുന്നത് എന്താണ്? നാണയമാണോ, പ്രാദേശിക നാണയമാണോ, ആരുടെ കയ്യിലുള്ള നാണയമാണോ, ആരാണ് അതിനെ അധികാരപ്പെടുത്തുന്നത്? ഇങ്ങനെയുള്ള കുറെ വശങ്ങൾ ഇപ്പോൾ നിന്ന് നോക്കുന്ന സമയത്തുണ്ട്. പക്ഷെ അന്ന് അവിടെയുള്ളവർ അതാണ് അതിന്റെ ഏറ്റവും നല്ല വശം എന്നുള്ള രീതിയിൽ അത് ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ്. അത് വളർന്ന് വിസ്ഫോടന പശ്ചാത്തലം ഉണ്ടായി. ഈ ഓരോ ഘട്ടത്തിലും അതിനെ മെച്ചപ്പെടുത്തിയാണ് കൊണ്ടുവന്നത്. ഈ മെച്ചപ്പെടുത്തുന്ന സമയത്ത് ഇതിന്റെ അടിസ്ഥാന ബന്ധങ്ങളെ, അടിസ്ഥാന പശ്ചാത്തലങ്ങളെ പലപ്പോഴും നഷ്ടപ്പെടുത്തുമ്പോഴാണ് ഈ മെച്ചപ്പെടുത്തൽ എന്നുള്ളത് സമഗ്രമാകാതെ പോകുന്നതും അത് വലിയ നാശങ്ങളിലേക്ക് ചെലുത്തുകയും ചെയ്യുന്നത്. അപ്പോ ഈ വിനിമയ വ്യവസ്ഥ എന്നുള്ളത് വിസ്ഫോടന പശ്ചാത്തലത്തിൽ എത്തിയപ്പോ ഉണ്ടായിന്ന് വെച്ച് കഴിഞ്ഞാല് പേരിട്ട് വിളിക്കാവുന്ന സർവ്വതനെയും വിൽക്കുന്ന ഒരവസ്ഥയിലേക്കായി. എന്ത് കിട്ടിയാലും വിൽക്കും. മറ്റേ
വിൽക്കുന്ന സാധനത്തിന് ഒരു വിൽപ്പന മൂല്യം ഉണ്ടാകും. എല്ലാത്തിനും ഒരു വിൽപ്പന മൂല്യം, ഒരു വിപണന മൂല്യം കണ്ടെത്തിയിട്ട് അതിനെ ആശയം കൊണ്ട് സാങ്കേതികമായിട്ടും ലാഭത്തിനായും വിനിമയം ചെയ്യും. ആശയപരമായിട്ട് അത് ഇതിന് എത്ര മൂല്യമുണ്ട് അതിനനുസരിച്ച്, ഇവിടെ എന്താണോ ഉള്ളത് അതിനനുസരിച്ച്, ഇതൊരു ആശയമാണോ ഒരു ഇൻഫർമേഷൻ ആണോ അതിനനുസരിച്ച്, അതിനെല്ലാം വിൽപ്പന മൂല്യം. അതിനെ സാങ്കേതികമായിട്ട് മാറ്റുന്നു. സാങ്കേതികമായി മാറ്റുന്നു വെച്ചാൽ പണ്ട് കറൻസി എന്നുള്ള രീതിയിൽ മാറ്റും, പിന്നീട് ഇപ്പോ ഡിജിറ്റലായിട്ട് മാറ്റുന്നു. അതിനിടയിൽ തന്നെ ആ ഡിജിറ്റലായി മാറ്റുന്നത് ഞാൻ പറഞ്ഞ ഗവൺമെന്റ് അല്ലെങ്കിൽ ഞാൻ അംഗീകരിക്കുന്ന ഗവൺമെന്റ് പറയുന്നതല്ല, വേറെ ഡീസെൻട്രലൈസ്ഡ് ആയിട്ട് പോകുന്ന എൻക്രിപ്റ്റഡ് ആയിട്ടുള്ള കറൻസി എന്ന് പറയുന്ന രീതിയിൽ പോകുന്നു. ഇതൊന്നുമല്ലാതെ ഊഹത്തിന്റെ പുറത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്ന പരിപാടികൾ വേറെയുണ്ട്. അപ്പോ ഇത്തരത്തില് പലതരം സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ട്രാൻസാക്ഷൻ സിസ്റ്റം അവിടെ ഉണ്ടാവുന്നു. ഇതിന്റെ എല്ലാം പരമമായ ലക്ഷ്യം എന്ന് പറയുന്നത് ലാഭമാണ്. അവിടെ ഈ ട്രാൻസാക്ഷൻ സിസ്റ്റം എന്ന് പറയുന്നത് കേട്ടല്ലോ, ട്രാൻസാക്ഷൻ സിസ്റ്റം, ഈ കൊടുക്കൽ വാങ്ങൽ വ്യവസ്ഥ, അതിനെക്കുറിച്ചാണല്ലോ നമ്മൾ പറഞ്ഞു വരുന്നത്. ഈ വ്യവസ്ഥ പോലും ഒരു വിൽപ്പന ചരക്കായി മാറിയ ഒരു കാലഘട്ടമാണ്. പണ്ട് നമ്മളൊരു ട്രാൻസാക്ഷൻ നടത്തിയാൽ എനിക്ക് വേണ്ടത് വാങ്ങിച്ചിട്ട് ഞാൻ വേണ്ട എന്റെ കയ്യിൽ അധികമായിട്ടുള്ളത് കൊടുക്കുന്നു. അപ്പൊ ഞാനും ആ വ്യക്തിയും തമ്മിലുള്ള ട്രാൻസാക്ഷൻ ആണ് വരുന്നത്. അത് നടപ്പിലാക്കുന്നത് ഇങ്ങനെയാകാം എന്നുള്ള ഒരു ആശയം ഗോത്രം അല്ലെങ്കിൽ പ്രാദേശിക സമൂഹം മുൻപോട്ട് വെച്ചിട്ടുണ്ടാവും. പക്ഷെ അവിടെ അവർക്ക് വലിയ റോളൊന്നുമില്ല. എല്ലാവരും ചെയ്യുന്ന പോലെ ഞാനും ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഞാൻ നിങ്ങൾക്ക് ഒരു സാധനം തന്നു കഴിഞ്ഞാൽ അതിനു വേണ്ടിയിട്ട് ആ സാധനം തരുന്നതിന്റെ ഇടയിലുള്ള ഒരു വിനിമയം നടക്കുന്നത് സാങ്കേതികമായി നടക്കുന്ന സമയത്ത് ആ സങ്കേതത്തിനും അത് ഉപയോഗിച്ച സേവനത്തിനും അല്ലെങ്കിൽ അവിടെ ഉപയോഗിക്കപ്പെട്ട സേവനത്തിനും അതിനുപയോഗിച്ച സമയത്തിനും ആ ആശയത്തിനും വരെ, ഏത് ട്രാൻസാക്ഷൻ എന്നുള്ള ആശയത്തിനും വരെ നമ്മൾ കപ്പം കൊടുക്കേണ്ടി വരും. അതല്ലേ ഇപ്പൊ നമ്മളൊരു ട്രാൻസാക്ഷൻ നടത്തി ആ ട്രാൻസാക്ഷൻ ചാർജ് കൊടുക്കേണ്ടി വരും. അങ്ങനെ ഈ സിസ്റ്റം പോലും വിൽപ്പനയ്ക്ക് വെക്കുന്ന ഒരു അവസ്ഥയാണ് ഇന്ന് നിലനിൽക്കുന്നത്. ഇതിനെ പ്രത്യേകത എന്ന് പറയുന്നത് പരമാധികാരികൾ അല്ലെങ്കിൽ സ്വേച്ഛാധികാരികൾ എന്ന് പറയുന്ന ലോകം നിയന്ത്രിക്കുന്നവരാണ് ഇതിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നവര്. ഓക്കെ, മാത്രമല്ല ഇതിനെ എന്തിനെയാണ് ആധാരമാക്കിയിട്ടുള്ളത്? അവിടെയാണ് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം. നേരത്തേക്ക് ഇതൊക്കെ ആധാരമാക്കിയുള്ള വ്യക്തികളെയൊക്കെയാണ്. ഇവിടെ വ്യക്തിയും ഇല്ല, പ്രസ്ഥാനവും ഇല്ല, ഒന്നുമില്ല. പകരം അങ്ങനെയൊക്കെ ഉണ്ടെന്നുള്ള സങ്കല്പമാണ്, പ്രതീതം, വെർച്വൽ ആയിട്ടുള്ള ഒരു വെർച്വൽ സെൻട്രിസമാണ് അത് ഇതിന്റെ എല്ലാം ആധാരമായി നിൽക്കുന്നത്. ഈ പണം എവിടെയാണെന്ന് ചോദിച്ചാൽ ആർക്കും അറിയില്ല. ഈ മൂല്യം എവിടെയാണെന്ന് ചോദിച്ചാൽ ആർക്കും അറിയില്ല. പക്ഷെ ഒരു സങ്കല്പമുണ്ട്. അപ്പോ പ്രകൃതിയിൽ ഒരു സങ്കല്പം ഉണ്ടെങ്കിൽ ആ സങ്കല്പം ബീജമാണെന്ന് നമുക്കറിയാം. അത് പിന്നീട് പല രൂപത്തിൽ പ്രവർത്തിക്കും എന്നുള്ളത് അറിയാം. ആ രൂപത്തിൽ ഒരു വസ്തുത അവിടെയുണ്ട്. പക്ഷെ ഭൗതിക ലോകത്ത്, ഭൗതിക വ്യാഖ്യാനങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്ത് ടാഞ്ചിബിൾ ആയിട്ടുള്ള ഒരു ദ്രവ്യം ട്രാൻസാക്ഷൻ ചെയ്യുന്നില്ല. അപ്പോ ഈ പ്രതീത കേന്ദ്രിതമായിട്ടുള്ള ഈ നാണയം അല്ലെങ്കിൽ പണം അല്ലെങ്കിൽ ഈ മൂല്യം എന്ന് പറയുന്ന സംഭവം ആരുടെ നിയന്ത്രണത്തിലായിരിക്കും? പ്രതീതമായ കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ ശേഷിയുള്ളവന്റെ നിയന്ത്രണത്തിലായിരിക്കും. അങ്ങനെയുള്ള ഇടത്തേക്ക് പണം ഒഴുകുന്ന ഒരു ആധുനിക മൂല്യവിനിമയ സംവിധാനമാണ് മറ്റെല്ലാ സിസ്റ്റത്തിനെയും ഓവർ റൂൾ ചെയ്യുന്നത്, അതിജീവിക്കുന്നത്, എല്ലാത്തിനെയും ഡോമിനേറ്റ് ചെയ്യുന്നത്. ഇത് തന്നെയാണ് ഷെയർ മാർക്കറ്റിൽ സംഭവിക്കുന്നത്. ഷെയർ മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു സംവിധാനത്തിൽ എന്താണ് ഉണ്ടാവുന്നത്? ഇപ്പൊ ട്രേഡിംഗ്, പലതരം ട്രേഡിംഗ് നടക്കുന്നു. യഥാർത്ഥത്തിൽ വിപണനം നടക്കുന്നു. സ്വർണം വാങ്ങുന്നുണ്ടോ, വിൽക്കുന്നുണ്ടോ? വാങ്ങിയിട്ടാണ് സാധാരണ നമ്മൾ വിൽക്കുക. ഇവിടെ ആദ്യം വിറ്റിട്ട് പിന്നെ കയറി വാങ്ങും. അപ്പൊ ഇത് കുറെ വെർച്വൽ ആയിട്ടുള്ള കുറെ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ ഇല്ലാത്ത കാര്യങ്ങളുണ്ട്, ഊഹങ്ങളുടെ പുറത്ത് നടത്തുന്ന ട്രാൻസാക്ഷനും അതിൽ നിന്നും കിട്ടുന്ന ലാഭം, ആ ലാഭം നമുക്ക് വെളിയിലെടുക്കാൻ പറ്റും. ആ വെളിയിലെടുക്കുന്ന ലാഭത്തെ നമുക്ക് പണമാക്കി മാറ്റിയിട്ട് വെളിയിൽ ദ്രവ്യമാക്കി മാറ്റാൻ കഴിയും. അതിനെ ഒരു സേവനമാക്കി മാറ്റാൻ കഴിയും. അല്ലെങ്കിൽ അതിന് പകരമായിട്ട് നമുക്കൊരു കാറ് വാങ്ങിക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്കൊരു ബിരിയാണി വാങ്ങിച്ച് തിന്നിട്ട് അത് ആസ്വദിച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ അത് ടോയ്ലറ്റിൽ കൊണ്ട് കളയാൻ പറ്റും. എന്ന് വെച്ചാൽ ദ്രവ്യം, ഈ വിപണിയിൽ നിന്നും കിട്ടുന്ന ഈ ഒരു മൂല്യം, വെർച്വൽ ആയിട്ടുള്ളൊരു മൂല്യത്തെ നമുക്ക് ഭൗതിക വസ്തുവാക്കി മാറ്റി കൺവേർട്ട് ചെയ്തിട്ട് അത് ഇല്ലാതായി പോകുന്നത് കണ്ടെടുക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ കുറെ ബിരിയാണികൾ വാങ്ങിച്ച് കഴിച്ചു നിൽക്കട്ടെ, ഈ ബിരിയാണികളെല്ലാം പോയിക്കൊണ്ടേയിരിക്കുകയാണ്. എന്നുവെച്ചാൽ അവ ഇല്ലാതായി പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഭൗതിക രൂപത്തിലുള്ള ഒരു വസ്തു
നമ്മൾ ഉപയോഗിച്ച് തീർന്നു, ഇനി അത് ബാക്കിയില്ല എന്ന രീതിയിൽ ആയിക്കൊണ്ടിരിക്കുക. അപ്പോ ഈ പോകുന്ന ദ്രവ്യമുണ്ടല്ലോ, നമുക്ക് ഷെയർ മാർക്കറ്റിൽ നിന്നും പണം എന്ന രീതിയിൽ വന്നതാണ്. എന്ന് വെച്ചാൽ അവിടെ ദ്രവ്യം എന്നുള്ള സംഭവം തൽക്കാലത്തേക്ക് പണത്തിന്റെ രൂപത്തിൽ വന്ന് ഇപ്പൊ നമ്മുടെ ഉള്ളിൽ വീണ്ടും ദ്രവ്യമായി തീർന്നതാണ്. എങ്കിൽ ആ ദ്രവ്യം, ആദ്യം തുടങ്ങുന്ന ദ്രവ്യം എവിടെ നിന്നാണ് വരുന്നത്? ഇവിടെ ദ്രവ്യം വന്ന് തീർന്ന് ഇല്ലാതായി പോകുന്നത് നമ്മുടെ കൺമുമ്പിൽ കണ്ടതാണ്. പിന്നെ മറ്റേ ദ്രവ്യം എവിടെ നിന്നാണ് വന്നത് നമുക്കറിയില്ല. അപ്പോ പ്രതീതമായ ഒരു ഒരു മൂല്യവിനിമയ സംവിധാനമാണ് ഇവിടെയുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ബബിൾ എന്ന് പറയുന്നത്. ബബിൾ ഊതിപ്പെരുപ്പിച്ച കുമിളയാണ്. ഊതിപ്പെരുപ്പിച്ച ഈ കുമിള എവിടെ നിന്നാണ് ഉണ്ടാവുന്നത് നമുക്കറിയില്ല. എപ്പോ വേണമെങ്കിലും പൊട്ടാവുന്നതാണ്. പൊട്ടിയാൽ ഈ ടോട്ടൽ നെറ്റ്വർക്ക് അവിടെ നിൽക്കും. അങ്ങനെ ഒരു സംവിധാനത്തിലൂടെയാണ് കൊണ്ടുപോകുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ പണപ്പെരുപ്പം പോലുള്ള ഒട്ടേറെ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മറ്റേ പ്രതീത കേന്ദ്രിതമായിട്ടുള്ള ഈ സംവിധാനത്തിന്റെ നിയന്ത്രണം എന്നുള്ളത് പരമാധികാരികളുടെ കയ്യിലാണ്. അവർക്ക് എപ്പോ വേണമെങ്കിലും ഇതിനെ തിരിച്ചു വയ്ക്കാം. ഇതൊന്ന് കൂട്ടിയിട്ടാൽ കുറച്ചു നാളത്തേക്ക് ഡിമോണിറ്റൈസേഷൻ പോലുള്ള ചില കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ സാധാരണ ജനത്തിന്റെ ജീവിതത്തിന്റെ മൊത്തം ഒഴുക്ക് അവിടെ നിന്ന് കിട്ടും. അങ്ങനെയുള്ള ആളുകളെ മുഴുവൻ നിയന്ത്രിക്കാൻ പറ്റുന്ന, സ്വാതന്ത്ര്യത്തെ കളയുന്ന, ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാവുന്ന, ആളുകളെ ഭ്രമകൽപ്പനയിലാക്കി നിർത്തുന്ന ഒരു മൂല്യവിനിമയ വ്യവസ്ഥയാണ് ആധുനിക കാലത്തെ മൂല്യവിനിമയ വ്യവസ്ഥ. അത് ഇപ്പോൾ നമ്മൾ കൺമുമ്പിൽ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ജിപേയോ കറൻസിയോ അല്ലെങ്കിൽ ക്രിപ്റ്റോയോ ഒന്നും അല്ലാതെ അതിനുമപ്പുറത്ത് എന്തൊക്കെയോ സങ്കേതങ്ങൾ ഇപ്പോൾ ലോകത്തുണ്ട്. ഇതിനെ വിശ്വസിക്കാൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനൊരു തിരുത്ത് ആവശ്യമാണ്. ആ തിരുത്ത് എങ്ങോട്ടേക്കാണ് പോകുന്നത്? അനുകൂല പശ്ചാത്തലത്തിൽ വിഭവങ്ങൾ സത്തയുടെ കേവലാവശ്യങ്ങൾക്ക് മറുപടിയായി ദാനം ചെയ്യപ്പെടുന്ന ഒരു ട്രാൻസാക്ഷൻ സിസ്റ്റം ആവശ്യമാണ്. അതായത് ഗിഫ്റ്റ് ഇക്കോണമി എന്നുള്ളൊരു സിസ്റ്റം ലോകത്ത് നിലവിലുണ്ട്. അതായത് എന്നിൽ വിഭവങ്ങളുണ്ട്, നിങ്ങൾ ആവശ്യക്കാരനാണ്, നിങ്ങൾക്ക് ഞാൻ തരുന്നു, അതിൽ ഞാൻ നിങ്ങളിൽ നിന്നൊന്നും പ്രതീക്ഷിക്കുന്നില്ല. അത് എന്റെ നിലപാടായിരിക്കുന്ന സമയത്ത്, അങ്ങനെ ഒരു നിലപാടായിരിക്കുന്ന സമയത്ത് എനിക്കിത് ആർക്കും ഷെയർ ചെയ്യാൻ പറ്റും. അത് മൂല്യങ്ങളിൽ, നമ്മുടെ മാനവിക മൂല്യങ്ങളിൽ ആധാരമാക്കണം. ഈ വിൽപ്പന മൂല്യത്തിലല്ല, വിൽപ്പന മൂല്യത്തിലോ വസ്തുവിന്റെ മൂല്യത്തിലോ അല്ല, അത് മാനവിക മൂല്യത്തില് ഞാൻ ഇത് കൈകാര്യം ചെയ്യുന്ന വ്യക്തിയുടെ, അയാൾ ഭാഗമായിരിക്കുന്ന സമൂഹത്തിന്റെ ഒരു മൂല്യത്തിന്റെ ഭാഗമായിട്ടാണ് സംഭവിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു സിസ്റ്റമാണ് ഗിഫ്റ്റ് ഇക്കോണമി എന്ന് പറയുന്നത്. എനിക്ക് വേണ്ടുന്നതിലധികം റിസോഴ്സസ് ഉണ്ട്. ഞാൻ ഉത്പാദിപ്പിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ ലോക്കലൈസ്ഡ് ആയിട്ട് ഞാൻ ഉത്പാദിപ്പിക്കുന്നത്, എനിക്ക് ഇഷ്ടംപോലെ വിഭവങ്ങൾ. നമ്മൾ ഇന്നലെ അതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു. രാജേന്ദ്രേട്ടന്റെ കൃഷിയെ താരതമ്യം ചെയ്ത് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ ആവശ്യത്തിലേറെ ഉത്പാദിപ്പിക്കുന്നുണ്ട്, എന്റെ ആവശ്യത്തിൽ കവിഞ്ഞവിടെ ഉത്പാദനം സംഭവിക്കുന്നുണ്ട്, അതിലും താഴെ ഉത്പാദിപ്പിക്കാൻ കഴിയില്ല. അപ്പോ അത് ഞാൻ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കും, അവർ അധികമായിട്ടുള്ളത് മറ്റുള്ളവർക്ക് പകരുന്നു. അങ്ങനെ ഓരോരുത്തരും തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ വളരെ എളുപ്പമാകും. അതൊരു ഗ്രാമവ്യവസ്ഥയുടെ, ഇക്കോ വില്ലേജ് പോലുള്ള ഒരു വ്യവസ്ഥയുടെ അകത്താണെങ്കിൽ ഇതെല്ലാം കൂടെ ചേർന്നുകൊണ്ടുള്ള ഒരു ഒറ്റ സിസ്റ്റമായിട്ട് മാറും. എല്ലാവർക്കും വേണ്ട എല്ലാം അവിടെ കിട്ടുന്ന രീതിയിലേക്ക് ഇത് വളരും. അപ്പോ അവിടെ അത് തദ്ദേശ നിയന്ത്രിതമാണ്. അവിടെ പ്രാദേശികമായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയുടെ നിയന്ത്രിതമാണ്. അവിടെ അവർ ശ്രദ്ധിക്കുന്ന വെച്ചാൽ സുസ്ഥിരതയാണ്, സുസ്ഥിരത കേന്ദ്രിതമാണ്, അല്ലെ, സസ്റ്റൈനബിലിറ്റി സെന്റേർഡ് ആയിട്ടുള്ള ഒന്നാണ്. ഈ കാര്യം നിലനിന്ന് പോകണം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എന്റെ കയ്യിൽ വിഭവങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തരുന്നു, വിഭവങ്ങൾ, നിങ്ങളുടെ കയ്യിലുള്ള വിഭവങ്ങൾ എനിക്ക് കൈനീട്ടി വാങ്ങിക്കാൻ പറ്റുന്നു. ഈ ഒരു സ്വാതന്ത്ര്യം, അതിന് എന്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടാകണം എന്നല്ലേ. ഞാൻ ഇവിടെ ജനിച്ചതിന്റെ ജീവാവകാശം തന്നെയാണ് എന്റെ മൂല്യത്തിന് പകരമായിട്ട്, അല്ലെ എന്റെ മൂല്യമായി ഉയർന്നു നിൽക്കുന്നത് എന്ന തിരിച്ച് ഇത്തരത്തിലുള്ള ഒരു റിസോഴ്സ് ബേസ്ഡ് ഇക്കോണമിയും ഗിഫ്റ്റ് ബേസ്ഡ് ഇക്കോണമിയും ആണ് ഇക്കോ വില്ലേജുകളും നമ്മളെ പോലുള്ള സസ്റ്റൈനബിൾ കമ്മ്യൂണിറ്റികളും മുൻപോട്ട് വയ്ക്കുന്ന ഒരു കാര്യം. ഇതാണ് ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയും. ഇത്തരത്തിലാകുമ്പോൾ മാത്രമാണ് സസ്റ്റൈനബിലിറ്റി എന്നുള്ളത് സാധ്യമാകുന്നത്. ഇത് മറ്റാരെയും പുലർത്താൻ വേണ്ടി, മറ്റാരെങ്കിലും ജീവിപ്പിക്കാൻ വേണ്ടി, അവർക്ക് ലാഭം ഉണ്ടാക്കാൻ വേണ്ടി ഒരു പ്രോസസ് അല്ല. ഇത് നമുക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്ന, നമ്മുടെ കൂടെയുള്ളവർക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്ന, നമ്മൾ മ്യൂച്വാലിറ്റിയിലായിരിക്കുന്ന ഒരു വ്യവസ്ഥയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ട്രാൻസാക്ഷൻ സിസ്റ്റത്തിലൂടെ പോകണം. അത് ആശയത്തിലാണെങ്കിലും ശരി, വസ്തുക്കളുടെ കാര്യത്തിലാണ് ശരി, മൂല്യങ്ങളുടെ കാര്യത്തിലാണ് ശരി, ബന്ധങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഇത്തരം ഒരു ട്രാൻസാക്ഷൻ സിസ്റ്റത്തിലൂടെ പോകുമ്പോൾ മാത്രമേ നമുക്ക് സസ്റ്റെയിൻ ചെയ്യാൻ കഴിയുള്ളൂ. ഇത്തരം ട്രാൻസാക്ഷൻ സിസ്റ്റംസ് ആണ്, അത് ഗിഫ്റ്റ് ഇക്കോണമിയും റിസോഴ്സ് ബേസ്ഡ് ഇക്കോണമിയുമാണ് സാധാരണ രീതിയിൽ ഇക്കോ വില്ലേജുകളുടെയും സസ്റ്റൈനബിൾ കമ്മ്യൂണിറ്റികളുടെയും ട്രാൻസാക്ഷണൽ ബേസ് എന്ന് പറയുന്നത്. ഈ ഒരു ബോധ്യത്തിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.
ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.